അങ്ങനെ പെട്ടെന്നിരുന്നപ്പോഴത്തേക്ക് ഒരു എറണാകുളത്തോട്ട് റൈഡ് പോയാലെന്ന് ആലോചിച്ചു. പിന്നെ പറയാന്നേന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് എനിക്ക് ഈ സൈക്കിളിനോട് വലിയ ഇതില്ല. ഇത് മറ്റേ അർജുൻ എന്ന് പറയുന്നത് പടുമോൻ്റെ സൈക്കിളാണ്. നമ്മളിതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. ഞാനിങ്ങനെ ചുമ്മാ സൈക്ലിങ്ങിനായിട്ട് ഇറങ്ങിയത്. സൈക്ലിങ്ങിനെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്തുവായിരുന്നു. നമ്മുടെ 2 രൂപ പൊരിക്കട എറണാകുളത്താണ്. എറണാകുളത്ത് കാലൂര്. ഇത്ര ഹൈടെക് സിറ്റിയായ എറണാകുളത്ത് നമ്മൾ ഈ 2 രൂപയ്ക്ക് പൊരിക്കട കൊടുക്കാനായിട്ട് പുള്ളിക്കാരന് പ്രാന്തൊന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ വിശന്ന് വരുന്നവൻ്റെ ഒരു വിശപ്പ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ പുള്ളിക്കാരനോട് നേരത്തെ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ എറണാകുളം എത്തിക്കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ഷോർട്ട് കട്ടൊക്കെ കയറി ഇങ്ങനെ പോകുവാണ്. ഇങ്ങനെ ഷോർട്ട് കട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നേരെ നമുക്ക് നമ്മുടെ ഇന്ത്യമായിട്ട് ഒരു കമ്പനി തന്നെ കണ്ടിട്ടുണ്ട്. അത് തൊട്ടൂറ് പോലീസുകാരെല്ലാം സീനാണ്. അതാണ് മാസ്കും എല്ലാം വേണം. പ്രശ്നമാണ്. എല്ലാം മാസ്ക് ഇട്ടോ കൊറോണയാ. ചൈനക്കാരന്മാര് ചെറിയ പണിയല്ല കൊണ്ടുവന്നത്. ഇതാണ് മിസ്റ്റർ ആഷി ടി കെ. എറണാകുളത്തെ ചെറിയൊരു മോഡലും സെറ്റപ്പ് എല്ലാം കൂടി ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ള നേട്ടോട്ടത്തിലാണ് എല്ലാവരും. നമ്മളെല്ലാരും ഇങ്ങനെ അതൊക്കെ അങ്ങനെയാ. ആശയ ഞാൻ പോയിട്ട് കേട്ടാ, വിളിക്കണേ. ശരിയെന്നേ. നമ്മളിപ്പോ ഇവിടെ എത്തിന്ന് പറഞ്ഞാൽ വൈറ്റ് ഒരു ഉള്ളി കണ്ടാണ്. ഇങ്ങനെ ഒരു വൈറ്റ് ലാൻഡ് ഉള്ളില് ഞാനീ പാലങ്കരല്ലേ പോണ്ട പോട്ടാ. എറണാകുളത്ത് എല്ലാത്തും നമ്മൾ എത്തിയിരിക്കുന്നത് ആശിലൂടെ. പിന്നെ ഞാൻ പറഞ്ഞ വ്യക്തിയിലോട്ട് പോകണേ. ഞാനിച്ചിരി ക്ഷീണിച്ചു സത്യമാ. എനിക്ക് അറിയത്തില്ല, ഞാൻ അവിടെ ഇച്ചിരി ബ്ലോക്കല്ലായിരിക്കും, അതൊക്കെ നമ്മൾ നോക്കിക്കണം. എറണാകുളത്ത് പിന്നെ എവിടെയാണ് ബ്ലോക്ക് ഇല്ലാത്തത്? ഞാൻ 2ാമത്തെ കടയാണ് കേട്ടാ. നമ്മളിങ്ങനെ ഇതിനിടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകണം. ട്രാഫിക് ഒരു മിനിറ്റ് കേട്ടാ. ഇങ്ങനെ വേണ്ട അന്ത്രുഖാന്റെ ചായക്കടയാണ്. അഥവാ ഒരു പ്രാന്തന്റെ കട. ഈ ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്ന് സൈക്കിളിൽ വരുന്നൊരു വേറൊരു പ്രാന്തനാണിത്. നമ്മളിങ്ങനെ കടയിലോട്ട് എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വന്ന സൈക്കിളിൽ വന്ന് ചായ കുടിക്കാൻ. എന്താ എനിക്കറിയില്ല, തമിഴിലൊന്നും എടുക്കാൻ ഫോട്ടോ എടുത്തില്ലായിരുന്നു. അതാണ് ആ വീഡിയോ സെറ്റായി. അതുകൊണ്ട് ഇപ്പം പടുമോന് തിരക്ക്, അർജുന് തിരക്ക്. നേരെ സൈക്കിൾ എടുത്തോണ്ട് ഇറങ്ങി. സൈക്കിളിലാണ് ആലപ്പുഴയിൽ നിന്ന്. 11:30 അങ്ങോട്ട് ഇറങ്ങി. എന്താ സുഖമായിട്ടിരിക്കുന്ന? എനിക്കവിടെ ഫോട്ടോ എടുത്തില്ലേ, തമിഴിൽ ഇടണ്ടേ, ഫ്രണ്ട് ഇടണ്ടേ, മറന്നുപോയി. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നല്ലോ. അതിനായിട്ടാണ് മെയിനായിട്ട് വന്നത്. എന്തായാലും വന്നതല്ലേ. ജസ്റ്റ് മാസ്ക് ഒന്ന് മാറ്റിക്കും, കുഴപ്പമില്ല. നല്ല കവിതകൾ എഴുതാം. 87 കവിത 100 കവിതയിലെങ്കിലും ഏറ്റവും കുറഞ്ഞ് വന്നു നിൽക്കണമെന്നുള്ള അടിസ്ഥാനമായ വിശ്വാസത്തോടെ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് കലൂരിൽ നിന്നും അന്ത്രുഖാന്റെ കടയിൽ വന്ന ഈ സുഹൃത്ത് നമുക്ക് സ്നേഹം. എന്റെ പേര് അമ്പാടി. ഞാൻ ചാനലും കൂടി തുടങ്ങി സെറ്റായി. കാര്യങ്ങളൊന്നും ഇല്ല, അല്ലാതെ നമുക്ക് ഒന്നും കൂടി സെറ്റാണ്. കുടിയും കടിയും ഇച്ചിരി ചിന്തയും ഇത് വന്നതിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, കുറച്ചു നേരം ചിന്തിക്കാം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞാനായിട്ട് പങ്കുവെക്കാൻ സംസാരിക്കാം. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മള് പഴയ നന്മ പൂർവികന്മാരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ കൊടുക്കുന്ന ആൾക്കാർ. നമ്മുടെ ഈ ജന്മത്തിലേക്ക് കൊടുത്തു വിട്ട ആൾക്കാരാരാ? പൂർവികരല്ലേ? അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് ഞാൻ ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും വിട്ടുപിടിയാത്ത അമ്മ മനസ്സിന്റെ നിർമ്മാലി ചാർത്തനായി 20 വർഷമായി ഞാൻ കട തുടങ്ങി. 20 വർഷമായെന്നാണ് കട തുടങ്ങിയത്. 20 വർഷമായിട്ടുള്ള കടയാണ്. നമ്മൾ ഇക്കെന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആയിട്ടല്ല, ഒരു വയറ് നിറയ്ക്കുന്നത്. അല്ലെങ്കിൽ 2 രൂപയ്ക്കുള്ള കടിയൊക്കെ എന്ത് പറയും ഞാൻ, അതിനെന്ത് പറയുന്നു? 2 രൂപയ്ക്കുള്ള കടി എവിടെ കിട്ടാനും? പിന്നെ ഇപ്പൊ നമ്മള് ഒരാൾ ചായ കുടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നവരാക്കിയപ്പോൾ ചായ ഫ്രീ ആയിട്ട് കൊടുക്കാം. അവരുടെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാം. അവരുടെ ഫാമിലി പ്രശ്നങ്ങൾ പല നമ്മൾ ക്ലിയർ ചെയ്ത് പോകാറുണ്ട് സ്നേഹമായിട്ട്. ചെറുതിരെ എഴുതാറുണ്ട് ഞാൻ കവിതകൾ ചെറുതായിട്ട്. നമ്മുടെ ഇന്റിമേറ്റ് സുഹൃത്താണ്. ഞങ്ങള് കേരള കവി സമാജത്തിന്റെ ആൾക്കാരാണ് അല്ലേ? ബന്ധങ്ങളാണ് ജീവിതത്തിലെ അടിസ്ഥാനം.
സ്നേഹബന്ധങ്ങൾ, കുരുട്ടും കുരുക്കും നന്മയില്ലാത്തൊരു സ്നേഹബന്ധം ജീവിതത്തില് അടിസ്ഥാനപരമായിട്ട് പോവുക. മനസ്സിലായോ? സ്നേഹം മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ ഏറ്റവും വലിയ ഇതെന്താണെന്നറിയാമോ? ഏറ്റവും വലിയ പ്രശ്നം വിശപ്പാണ്. വിശപ്പിന്റെ മുകളിൽ ഒരു സംഭവമില്ല. നിങ്ങൾക്ക് വിശന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ വലിച്ചെറിയും. അത്രേ ഉള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്ര വളർത്തുക. നമ്മുടെ ഇന്റർവ്യൂ തെറ്റാണ്. ഞാനേ യൂട്യൂബ് അങ്ങോട്ട് തുടങ്ങിയതോളൂ. എനിക്ക് അങ്ങോട്ട് വലിയതായിട്ട് സംസാരിക്കാനൊന്നും പഠിച്ചിട്ടില്ല. അങ്ങോട്ട് പയ്യെ പയ്യെ അത്രേ ഉള്ളൂ അല്ലേ? നമ്മുടെ കയ്യിൽ സാധനം ഇരിക്കണം, നമ്മളനുസരിച്ച് സംസാരിക്കും. എനിക്ക് എന്താ ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ എന്തേ പോകാൻ പോവായിരുന്നു. ഇപ്പൊ തിരിച്ചാലേ നമുക്കൊരു 8 മണിക്ക് മുമ്പെങ്കിലും വീടെത്താൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്ഥിരം ആൾക്കാരാണ്. എന്താ എങ്ങനെയുണ്ട് നമ്മുടെ ഇക്കാടെ? സൂപ്പർ. എന്തായി ഒന്നും പറയാല്ല. നമ്മുടെ ഇക്കാടെ സ്ഥിരം കസ്റ്റമറും, ഇക്കാടെ കസ്റ്റമർ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ, കൂടെ പറപ്പല്ലേ? ഈ കലൂരില് ഞാനൊരു 22 വർഷത്തോളം ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പരിപാടി തുടങ്ങിയിട്ട് 14 വർഷത്തോളം ആയിട്ടുള്ളൂ. പക്ഷേ സ്ഥാപനം തുടങ്ങിയിട്ട് 22-23 വർഷം. തുടങ്ങുന്നത് ഈ കടികള് ശരിക്കും പറഞ്ഞാല് എല്ലാ കടകളിലും ആള് ഈ തമിഴന്മാര് കൊണ്ടൊന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു കാലഘട്ടം വരുന്നത്. ഞാൻ ഈ കടി തുടങ്ങുന്നത് അന്ന് ഞാൻ രാവിലെ ഈ കടി തുടങ്ങിയിട്ട് ഞാൻ വൈകുന്നേരം ഇത് കാത്തിരിക്കാറുണ്ട്. കച്ചവടം ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഞാൻ ബിസിനസിനെ കൂടുതൽ പഠിക്കുകയും കൂടുതലൂടെ വൈറ്റ് കോളർ നടക്കുന്ന ഇഷ്ടംപോലെ ആളുകൾക്ക് ഫിനാൻഷ്യൽപരമായിട്ട് പല പല പ്രശ്നങ്ങൾക്ക് നമുക്ക് ഏർപ്പെടുത്തില്ല. കാരണം ഒരു സാധാരണക്കാരൻ്റെ ഒരു 10,000 രൂപ ശമ്പളം കിട്ടുമ്പോൾ ഒരു 4,000 രൂപ അങ്ങനെ ഹോസ്റ്റൽ ഫീസായിട്ടും മറ്റു പ്രശ്നങ്ങളിലാണ് തീരുക. അപ്പൊ ഇവനും ആഗ്രഹമില്ല. ഇവന് തൊട്ടപ്പുറത്ത് കടയിൽ പോയി മറ്റേ വലിയ വലിയ ബേക്കറി ഐറ്റംസ് 90-100 രൂപയുടെ ഷവർമയും മറ്റും മേടിച്ച് കഴിക്കാനുള്ള സെറ്റപ്പ് അവരില്ല. പിന്നെ ആഴ്ചയിലും വർഷത്തിലും ഒരു പ്രാവശ്യം അവനെ സ്റ്റൈലില് കൂട്ടുകാരന്റെ കൂടെ പോയി ഒന്ന് അടിച്ചു പൊളിക്കും, ഒന്ന് കാണിക്കാൻ. ടേസ്റ്റ് കൊണ്ടൊന്നുമല്ല, പക്ഷെ ജനത്തിന് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് കേരളീയമായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് നമുക്ക്. ഞാൻ ഇത്ര നാളത്തെ പഠിച്ചത് എന്തൊക്കെയോ കണക്കൂട്ടിയാലും കേരളീയർക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട പരിപ്പൂടെയും പഴംപൊരിയും ഇല്ലേ, ആ കഞ്ഞി. അല്ല ഞാൻ കാര്യമായിട്ടല്ല, അല്ല ബിരിയാണി ഫാഷനായിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നിന്ന് സമയത്ത് ഞാനീ തുടങ്ങി ചെറിയ കടികൾ തുടങ്ങി. 2 രൂപ പരിപ്പൂടെ ലാഭം നോക്കിയിട്ടില്ല. ഞാനീ സംഭവം തുടങ്ങുന്ന സമയത്ത് ഈ പരിപ്പിനൊക്കെ 30 രൂപ ഉണ്ടായിരുന്നു. ആ പരിപ്പിന് 80 രൂപ. എന്നിട്ട് നമ്മൾ 2 രൂപ കൊടുക്കുകയാണ്. മനസ്സിലായോ? അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അങ്ങനെ കൊടുക്കുന്നത്? പറയാൻ പറ്റും. നമ്മള് ഇക്കാതൊരു ബിസിനസ് ആയിട്ട് കാണുന്നുമില്ല, ഒരു വിശപ്പടങ്ങല്ല. ഞാന് നമ്മുടെ ജീവിതശൈലികളും എല്ലാ നിയമങ്ങളും അതൊരു കൃത്യമായിട്ട്. കാരണം പ്രാർത്ഥന കൊണ്ടും ആത്മാർത്ഥ കൊണ്ടും കറക്റ്റായിട്ട് 100 ബിസിനസ് ചെയ്തിട്ട് ഒന്നും രക്ഷയില്ലാത്ത എഴുതി നടക്കുന്നുണ്ടല്ലോ. പിന്നെ അവനെപ്പോഴും ഗതിയുണ്ടാവില്ല. അവനെപ്പോഴും ഗതിയുണ്ടാവില്ല. അവനവിടെയും കട ഇവിടെയും കട. ഞാൻ കടത്തിലൊന്നുമല്ല, ഞാൻ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. കൊറോണ കാലമായാലും ഇതില്ലെങ്കിൽ ഞാൻ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് ഭയങ്കര മാനസിക സുഖമല്ല. ആളുകളായിട്ടുള്ള കമ്പനി ടീമായിട്ട് നല്ല ഒരു ആൾക്കാർക്ക് കൃത്യമായിട്ട് ആൾക്കാർ അറിയിക്കുമ്പോൾ നമ്മുടെ വയറിന് അറിയാം. അല്ല അതാണ് നമ്മുടെ മോള്. കൃത്യമായിട്ട് ആൾക്കാർ ഇപ്പം നിങ്ങളിവിടെ വന്ന് ഈ ഷൂട്ട് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ നമ്മളൊരു മാനസികമായിട്ടൊരു പോസിറ്റീവ് വൈബാണ്. നോബൽ സമ്മാനം കിട്ടിയ പോലെയാണ്. നോബൽ പ്രൈസ് കിട്ടിയ പോലെയാണ്. അല്ല ശരിയല്ലേ? അല്ല നിങ്ങളൊരു പ്രൈസ് തന്നെ പോലെയാണ് എന്റെ മുമ്പിൽ ഒരു അവാർഡ് നിങ്ങൾ തരികയാണ്. എനിക്ക് 10,000 ലക്ഷങ്ങൾ കിട്ടുന്നതിന്റെ പ്രതിയല്ല. നിങ്ങൾ കിട്ടുന്നവര് നിങ്ങൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് ആലപ്പുഴയിൽ അതും വേറെ സൈക്കിളിൽ കറങ്ങി നിങ്ങൾ വരികയും ഇത്രയും നേരം അതിനുവേണ്ടി കയറുകയും ചെയ്യുമ്പോ നമ്മള് കണക്കൂടുന്ന എന്താ? അപ്പൊ നിങ്ങൾക്ക് നല്ലത് പറ്റിയത് എന്റെ മനസ്സിൽ പറയാം. മനസ്സിലായ? അതുകൊണ്ട് നിങ്ങളുടെ ചാനലും എല്ലാവരും ഇത് നന്നായിട്ട് നദിയിലോട്ട് പോട്ടെ. എല്ലാവരും ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ ലൈക്ക് അടിച്ചു പോവാതെ അല്ലേ? എല്ലാവരും സഹകരിച്ചോണ്ട് ഇനിയും നന്മ കാണുന്നവർക്ക് കണ്ണു തുറക്കുന്ന ഒരു സിറ്റുവേഷൻ.
നന്മ കൊടുക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാന്ത്വനം, ഒരു കയ്യൊപ്പ്, ഒരു തലോടലിന് മാത്രം കൊടുത്ത ലോകമുണ്ടാവും. പക്ഷെ ആരും ചെയ്യാറില്ല, ആളുകളെ കാണിക്കാൻ ചെയ്യും. എനിക്ക് പറഞ്ഞ ഫേസ്ബുക്കൊക്കെ ആളുകളെ കാണിക്കാൻ ചെയ്യുന്ന ഒരു സ്റ്റൈലോട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതെന്ന് പറയാമോ? സത്യം എനിക്ക് പറയാൻ പറ്റുന്നില്ല.